തിരുവനന്തപുരത്ത് ശശി തരൂരിന് നോ എൻട്രി പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കൾ. കെ മുരളീധരൻ MP ഉൾപ്പെടെയുള്ളവർ തരൂരിനെ തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുമെന്ന് വ്യക്തമാക്കി. കോൺഗ്രസിനെ കൊണ്ട് നേടാനാവുന്നതെല്ലാം നേടിയ ശേഷം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും കുറ്റപ്പെടുത്തി. തരൂരിന്റെ പല നിലപാടുകളും അടുത്തിടെയായി പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലേഖനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് ദോഷകരമാണെന്നും നേതാക്കൾ ആരോപിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമത്തിലെ ലേഖനത്തിലാണ് ശശി തരൂർ അടിയന്തരാവസ്ഥയെയും ഗാന്ധി കുടുംബത്തെയും രൂക്ഷമായി വിമർശിച്ചത്. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. അടിയന്തരാവസ്ഥ നടപ്പിലാക്കണം എന്ന് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാനും ബാഹ്യഭീഷണി നേരിടാനും അടിയന്തരാവസ്ഥ കൂടിയേ തീരുവെന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പാവപ്പെട്ടവർക്ക് നേരെ കൊടും ക്രൂരതയാണ് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത്. കുടുംബാസൂത്രണത്തെ നിർബന്ധിത വന്ധ്യംകരണമായും നഗരവൽക്കരണത്തെ ചേരികൾ ഇടിച്ചു നിരത്താനുള്ള മാർഗമായും മാറ്റി. ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ പാർട്ടി നിലപാടിൽ നിന്നും മാറി സഞ്ചരിക്കുന്നതിനെയും തരൂർ ന്യായീകരിച്ചു. ആദ്യം രാജ്യമാണെന്നും പിന്നെയാണ് പാർട്ടി എന്നുമാണ് തരൂർ പറഞ്ഞത്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളുമായും സഹകരിക്കേണ്ടി വരും. ഇത് സ്വന്തം പാർട്ടിയോടുള്ള വിധേയത്വം ഇല്ലായ്മയാക്കി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. തനിക്ക് എപ്പോഴും രാജ്യം തന്നെയാണ് പ്രധാനം. മെച്ചപ്പെട്ട ഇന്ത്യ സൃഷ്ടിക്കലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. തരൂരിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. പുതിയ കാലത്തും അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തരൂർ ലേഖനം അവസാനിപ്പിച്ചത്. പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനെതിരെ നടപടിയെടുക്കേണ്ടത് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വമാണ്. MP ആയ തരൂരിനെതിരെ നടപടിയെടുക്കാൻ നിലവിൽ കേന്ദ്ര നേതൃത്വത്തിന് പരിമിതികളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാണ് പാർട്ടി വേദികൾ ബഹിഷ്കരിച്ചത്.